അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ വെളിപ്പാടകലെ നമ്മിലേക്ക് എത്തിപ്പെടുകയാണ്. ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് തഖ്വ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും ഭയപ്പാടോടുകൂടെ ഇബാദത്തുകൾ ഇഖ്ലാസോടെ ചെയ്യാനുള്ള ശ്രമമുണ്ടാവുക. ഒരാൾ അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ അവൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു നടത്തിക്കൊടുക്കും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അള്ളാഹുവിനെ ഒരാൾ ഭയപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ പ്രയാസങ്ങൾ അള്ളാഹു തആല നിഷ്പ്രയാസം അത് തീർത്തു കൊടുക്കും. അതിനുള്ള വഴികൾ അള്ളാഹു ഒരുക്കി കൊടുക്കും. അവൻ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ കാര്യങ്ങൾ സാധിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് കാണാം, ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാത്തി. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കണം. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരണപ്പെട്ടു പോകരുത്. ഈ ആയത്ത് ഇറങ്ങിയതിൻ്റെ ശേഷം മഹാന്മാരായ സ്വഹാബികൾ പേടിച്ച് നിലവിളിച്ച് കട തുറക്കാതെ പുറത്തേക്കിറങ്ങാതെ വീട്ടിൽ തന്നെ പടച്ചറബിനെ പേടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ആയത്തിറങ്ങിയ വിവരമറിയാതെ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അങ്ങാടിയിലേക്ക് ചെന്നപ്പോൾ അങ്ങാടിയെല്ലാം കാലി, ആളുകളാരും ഇല്ല. അവസാനം ഹബീബായ തങ്ങളോട് ചോദിച്ചു. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരു ആയത്തിറങ്ങിയിട്ടുണ്ട് എന്ന്. പ്രിയമുള്ളവരെ, ആ സമയത്താണ് റസൂലുള്ളാഹിനോട് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, ഇത് ശരിയാകൂല, ഇങ്ങനെയായാൽ ജനങ്ങൾ മുഴുവനും മരണപ്പെട്ടു പോകും, പേടിച്ച് ആകെ എല്ലാവരും വെപ്രാളപ്പെട്ട് മരിച്ചു പോകും. അപ്പോഴാണ് ഇത്തഖുല്ലാഹ മസ്തതഅ്തും, കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ സൂക്ഷിക്കാൻ നാമൊക്കെ ശ്രമിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മരണം അത് ഭയാനകമാകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.